PV Anwar ബേപ്പൂരിൽ മത്സരിക്കുന്നു എന്ന് പറഞ്ഞപ്പോൾ ഏറ്റവും വലിയ സംശയമായി ഉയർന്നു കേട്ടത് എന്നാൽ മരിമോൻ അല്ലെങ്കിൽ ഈ പറയുന്ന മുഹമ്മദ് റിയാസ് ബേപ്പൂരിൽ തന്നെ മത്സരിക്കുമോ അതോ PV Anwറിനെ ഭയന്ന് മറ്റേതെങ്കിലും മണ്ഡലത്തിൽ മത്സരിക്കാനുള്ള സാധ്യതകളുണ്ടോ എന്നുള്ള സംശയം വലിയ രീതിയിൽ ഉയർന്നു വന്നിരുന്നു. എന്നാൽ ബേപ്പൂരിൽ മുഹമ്മദ് റിയാസ് തന്നെ മത്സരിക്കും. കാരണം അങ്ങനെ ഒരു മാറ്റം ഉണ്ടാവുകയാണെങ്കിൽ അതൊരു ഭയപ്പെട്ടുകൊണ്ടുള്ള ഒരു ഒളിച്ചോട്ടമായി കണക്കാക്കുമെന്ന് കൃത്യമായി CPM അറിയാം. അതുകൊണ്ട് തന്നെ ബേപ്പൂരിൽ നിന്ന് മറ്റൊരു ഇടത്തേക്ക് മാറ്റി മത്സരിപ്പിക്കുക എന്നുള്ളൊരു ചിന്ത ഇതുവരെ CPM ഇല്ല എന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. അങ്ങനെയെങ്കിൽ മരുമോനിസം അവസാനിപ്പിക്കാൻ അൻവറിനെ കൊണ്ട് സാധിക്കുമെന്നുള്ള അൻവറിന്റെ കോൺഫിഡൻസ് എത്രത്തോളം സാധ്യമാകും? അല്ല, സാധ്യമാകുമോ എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിന് കൊടുത്ത ഇന്റർവ്യൂവിൽ PV അൻവർ പറഞ്ഞതാണ്, എനിക്ക് ജീവനുണ്ടെങ്കിൽ ബേപ്പൂരിൽ ഞാൻ മരുമോനെ തോൽപ്പിച്ച് വന്നിരിക്കും എന്നാണ് അദ്ദേഹം പറയുന്നത്. എനിക്ക് ജീവനുണ്ടെങ്കിൽ അത്രയ്ക്ക് കോൺഫിഡൻസിലാണ് PV അൻവർ എന്ന് പറയുന്ന ഒരു നേതാവ് നിയമസഭയിൽ താൻ ഉണ്ടാകുമെന്ന് പറയുന്നത്. പക്ഷേ PV അൻവർ ഇതിനു മുൻപ് പലപ്പോഴായി പല രീതിയിൽ പലയിടങ്ങളിലും കോൺഫിഡൻസ് കാണിച്ചിട്ടുണ്ട്. പക്ഷേ ഒന്നും അങ്ങനെ വിജയിച്ച് കണ്ടത് നമ്മൾ കണ്ടിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അല്ല, സ്വാഭാവികമായിട്ടും PV അൻവർ എങ്ങനെയാണ് UDF വന്നത് എന്ന് കൃത്യമായിട്ട് നമുക്കറിയാം. അപ്പോൾ നിലമ്പൂരിലെ വിഷയത്തിലേക്ക് വരികയാണെങ്കിൽ നിലമ്പൂരിൽ അതായത് PV അൻവർ CPM വിട്ട് വരുന്നു. എന്നിട്ട് അദ്ദേഹം പറയുന്നത്, ഞാൻ ആർക്ക് വേണമെങ്കിലും കോൺഗ്രസ് സ്ഥാനാർത്ഥിയാക്കുന്ന ആർക്ക് വേണമെങ്കിലും ഞാൻ സപ്പോർട്ട് കൊടുക്കുമെന്ന് പറയുന്ന ഒരു സാഹചര്യം ഉണ്ടായി. പക്ഷെ അവിടെ നമുക്കറിയാവുന്നതുപോലെ VS ജോയി ആണെങ്കിൽ മാത്രമേ ഞാൻ സപ്പോർട്ട് കൊടുക്കത്തുള്ളൂ, ഷൗക്കത്ത് ആണെങ്കിൽ ഞാൻ സപ്പോർട്ട് കൊടുക്കത്തില്ല എന്ന് പറയുന്ന ഒരു സ്റ്റാൻഡിലേക്ക് എത്തുന്നു. ആ സ്റ്റാൻഡ് കോൺഗ്രസ് അംഗീകരിക്കാൻ തയ്യാറാകുന്നില്ല. അപ്പോൾ അന്ന് കോൺഗ്രസ് അത് അംഗീകരിച്ചിരുന്നെങ്കിൽ PV അൻവർ പറയുന്ന ചൊൽപ്പടിക്ക് കോൺഗ്രസ് നിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. പക്ഷെ കോൺഗ്രസ് എന്താണ് ചെയ്തത്? ഷൗക്കത്തിനെ തന്നെ അവിടെ മത്സരിപ്പിക്കുന്നു. നല്ലൊരു ഭൂരിപക്ഷത്തിൽ ഷൗക്കത്ത് വിജയിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. PV അൻവറും മത്സരിക്കുന്നു. PV അൻവറിന്റെ മണ്ണാണ്, പക്ഷെ PV അൻവറും മത്സരിക്കുന്നു. പക്ഷെ PV അൻവറിന് വിജയിക്കാൻ കഴിയാത്തൊരു സാഹചര്യത്തിലേക്ക് പോയി എന്ന് തന്നെയാണെങ്കിലും അതായിരുന്നു അന്നത്തെ രാഷ്ട്രീയ സാഹചര്യം. അതിനുശേഷം PV അൻവർ കോൺഗ്രസിലേക്ക് അടിയറവ് വെക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, നേരത്തെ കോൺഗ്രസിനെ പിടിച്ചു കെട്ടാനുള്ളൊരു വീറും വാശിയോടും കൂടിയാണ് അൻവർ വന്നതെങ്കിൽ ഇപ്പോൾ കോൺഗ്രസ് പറയുന്നതിന്റെ ചൊൽപ്പടിക്ക് നിൽക്കാൻ കഴിയുന്ന രീതിയിലേക്ക് അൻവർ മാറിയിട്ടുണ്ട്. പക്ഷെ അൻവർ പറയുന്ന ചില കാര്യങ്ങളുണ്ട്. എങ്ങനെയാണ് PV അൻവർ CPM-ന് എതിരായത്, CPM-നെ വിമർശിക്കാൻ തുടങ്ങിയത്? അതെ, തീർച്ചയായിട്ടും അത് നമ്മളേറെ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം തന്നെയാണ്. കാരണം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തോളോട് തോൾ ചേർന്നിരുന്ന വ്യക്തിയായിരുന്നു ഈ പറയുന്ന PV അൻവറും P ശശിയൊക്കെ തന്നെയും. അവിടെ നിന്നും എങ്ങനെയാണ് PV അൻവർ CPM-ന് ഒരു എടുക്കാച്ചരക്കായി അല്ലെങ്കിൽ CPM-ന് വേണ്ടാത്ത ഒരു വ്യക്തിയായി മാറിയത്, ഒരു കുലംകുത്തി ആയത് എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയാണ്. അതിനുശേഷം നമ്മൾ കണ്ടിരുന്നതാണ് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ സമയത്ത് കൃത്യമായി CPM-നെതിരെ എല്ലാ രീതിയിലുള്ള ആരോപണങ്ങളും ഉന്നയിച്ച് തെളിവ് സഹിതം രംഗത്ത് കൊണ്ടുവരുന്ന ഒരു സാഹചര്യം നമ്മൾ കണ്ടിരുന്നു. ഇപ്പോഴും ഈ ഒരു കോൺഫിഡൻസ്, ഈ പറയുന്ന മുഹമ്മദ് റിയാസിനെ തോൽപ്പിക്കാൻ സാധിക്കുമെന്നുള്ള കോൺഫിഡൻസ് അൻവറിനുണ്ടെങ്കിൽ അതിന് പിന്നിൽ മുഹമ്മദ് റിയാസിനെ തകർക്കാനുള്ള എന്തൊക്കെയോ ചില ആയുധങ്ങൾ PV അൻവറിന്റെ കയ്യിലുണ്ട് എന്ന് പറയാതെ പറയുകയല്ലേ ഇപ്പൊ ചെയ്യുന്നത്? അതെ, തീർച്ചയായിട്ടും അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹം വിമർശനങ്ങൾ ഉന്നയിക്കുന്ന സമയത്ത് തന്നെ അദ്ദേഹത്തിന്റെ കയ്യിൽ തെളിവുകൾ ഉണ്ടായിരുന്നു. അത് തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും പൊട്ടിക്കാൻ വേണ്ടി വെച്ചേക്കുന്നതാണ് എന്നാണ് അറിയാൻ കഴിയുന്നത്. അപ്പൊ നമുക്കറിയാം തെരഞ്ഞെടുപ്പിന്റെ സമയത്ത് ഇലക്ഷന് മുമ്പിട്ട് എന്തെങ്കിലുമൊക്കെ ബോംബ് പൊട്ടിക്കും. ആ ബോംബായിരിക്കും പിന്നീട് ചർച്ചാ വിഷയമാകും. നമ്മൾ പലപ്പോഴും കണ്ടിട്ടുണ്ട്. അത് പ്രാദേശികമായിട്ടാണെങ്കിലും ഒരു നേതാവിന്റെ കാര്യത്തിലാണെങ്കിലും അങ്ങനെ പല സമയങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട് ഇത്തരത്തിലുള്ള ബോംബുകൾ ഉപയോഗിച്ച് രാഷ്ട്രീയം കൈകാര്യം ചെയ്യുന്നത്. അതായത് എന്തെങ്കിലും ഒരു രഹസ്യ സൂചനയായിരിക്കും, അല്ലെങ്കിൽ രഹസ്യ വീഡിയോ ദൃശ്യങ്ങളായിരിക്കും, അല്ലെങ്കിൽ രഹസ്യമായിട്ടുള്ള എന്തെങ്കിലും ഒരാളെ നശിപ്പിക്കാൻ കഴിയുന്ന ഒരു തെളിവ്. ഇപ്പോൾ PV അൻവറിന്റെ കയ്യിൽ ചിലതൊക്കെ ഉണ്ട് എന്നാണ് PV അൻവർ അവകാശപ്പെടുന്നത് എന്നല്ല അദ്ദേഹം ആരോപിക്കുന്നത്. അദ്ദേഹം പറയുന്നുണ്ട്, അദ്ദേഹം ആ മാധ്യമത്തിന് കൊടുത്ത ഇതിൽ തന്നെ പറയുന്നുണ്ട് എങ്ങനെയാണ് അദ്ദേഹം CPM-ന് എതിരായത്. ഈ മുഹമ്മദ് റിയാസ് എന്ന് പറയുന്ന മരുമോൻ വന്നതിനു ശേഷമാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന സഖാവ് കമ്മ്യൂണിസം എല്ലാം അങ്ങോട്ട് മാറ്റി വെച്ചിട്ട് മരുമോന് വേണ്ടിയിട്ട് പണിയെടുക്കാൻ തുടങ്ങിയത്. എങ്ങനെയാണ് ഒരു കമ്മ്യൂണിസ്റ്റ് ആശയങ്ങൾ ഇല്ലാതാകുന്നത് എന്ന് കാണണമെങ്കിൽ അത് മരുമോൻ പിണറായി വിജയനിലേക്ക് വന്നതിന് ശേഷമാണ് എന്ന് കൃത്യമായി അദ്ദേഹം പറയുന്നുണ്ട്. അത് തന്നെയാണ് അവിടുത്തെ ഏറ്റവും വലിയ വിഷയം. ഇപ്പോൾ മുഹമ്മദ് റിയാസ് അല്ലെങ്കിൽ പിണറായി വിജയന്റെ മകൾ, അപ്പോൾ ഇവർക്കെതിരെയൊക്കെ വലിയ രീതിയിലുള്ള ആരോപണങ്ങൾ നിലനിൽക്കുന്ന ഒരു സാഹചര്യമുണ്ട്. എല്ലാവരും പറയുന്ന ഒരു സാഹചര്യമുണ്ട്, മക്കൾക്ക് വേണ്ടിയിട്ടാണ് പിണറായി വിജയൻ എന്ന് പറയുന്ന കമ്മ്യൂണിസ്റ്റുകാരനായിട്ടുള്ള നേതാവ്, സഖാവ് അതെല്ലാം മാറ്റിവെച്ച് ഈ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് അടിമയായി മാറുന്നത്, അല്ലെങ്കിൽ കോർപ്പറേറ്റ് മുതലാളിമാർക്ക് വിടുവേല ചെയ്യുന്ന ഒരാളായിട്ട് മാറുന്നത്. എങ്ങനെയെങ്കിലും കാശുണ്ടാക്കണം, ഇരിക്കുന്ന നാളുകൊണ്ട് കാശുണ്ടാക്കി അതിൽ കേരളത്തെ മുടിച്ചാലും കുഴപ്പമില്ല, തൻ്റെ കാര്യങ്ങൾ കൃത്യമായി നടക്കണം. ഇപ്പോൾ ഊരാളുകളിലേക്കുള്ള ആളുകളെ സഹായിച്ച് കുറച്ചൊക്കെ കാശ് ഇങ്ങോട്ടേക്ക് എടുത്ത് വാങ്ങിക്കാം എന്നുള്ള രീതിയിലാണ് ആരോപണമൊക്കെ ഉന്നയിക്കുന്നത്. പക്ഷേ എന്തുകൊണ്ടാണ് കമ്മ്യൂണിസ്റ്റ്
PV അൻവർ തന്നെ പറയുന്നുണ്ട്, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയിലെ പിണറായി വിജയന് ശേഷമുള്ള ഒരുപാട് നേതാക്കന്മാരോട് താൻ ഈ വിഷയം തുറന്നു പറഞ്ഞിട്ടുണ്ട്. പിണറായി വിജയനോട് തന്നെ താൻ ഇത് പറഞ്ഞിട്ടുണ്ട്. എന്നിട്ടെല്ലാം ആരും ഇത് ശ്രദ്ധിക്കാതെ പോയി. അതിന്റെ ഭരണ ഫലങ്ങളാണ് ഇപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇപ്പോ സച്ചിദാനന്ദൻ പറയുന്നതാണെങ്കിലും അതേപോലെ തന്നെ കുഞ്ഞികൃഷ്ണൻ പറയുന്നതാണെങ്കിലും ഇതെല്ലാം താൻ കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞത് എന്നാണ് അദ്ദേഹം പറയുന്നത്. അദ്ദേഹം പറയുന്നത് ഇപ്പോൾ മലപ്പുറവുമായി ബന്ധപ്പെട്ട് നോക്കിക്കഴിഞ്ഞാൽ മലപ്പുറത്ത് നേരത്തെ ഉണ്ടായിരുന്ന പോലീസുകാരുടെ ചില ചെയ്വനകൾ അത് കൃത്യമായി തുറന്നു പറഞ്ഞതാണ് PV അൻവർ മുഖ്യമന്ത്രിയോടും മന്ത്രിമാരോടും പോലീസ് സേനയിലെ മറ്റുള്ള ആൾക്കാരോടും ഒക്കെ പറഞ്ഞതാണ്. കാരണം ഈ പോലീസ് സേനയിലുള്ള ആളുകളുടെ വർഗീയത, അതേപോലെ തന്നെ മയക്കുമരുന്ന് മാഫിയ, ഗുണ്ടാ സംഘങ്ങൾ, ഇവരോടൊപ്പം ഒക്കെയുള്ള പോലീസിന്റെ അടുപ്പം ഇപ്പോഴും ചില പോലീസുകാരെ ചോദ്യമുന്നിൽ നിർത്തുന്ന ഒന്നാണ് ഇത്തരത്തിലുള്ള ആളുകളുമായിട്ടുള്ള ഇടപാടുകൾ എന്ന് പറയുന്നത്. നമ്മൾ പല ഇടങ്ങളിലും പോയി കഴിഞ്ഞാൽ പല പോലീസുകാർക്കും രഹസ്യമായിട്ട് ഇവിടുത്തെ ഗുണ്ടാ തലവന്മാരുമായിട്ടും ഇവിടുത്തെ മയക്കുമരുന്ന് മാഫിയുമായിട്ടും എല്ലാം ബന്ധങ്ങളുണ്ട്. നമ്മൾ തന്നെ കണ്ടതാണ് കടമത്രയിൽ നിന്ന് 2 പോലീസുകാരെ അറസ്റ്റ് ചെയ്യുന്നത്. എന്തിനാണ്? ലഹരി മരുന്ന് കേന്ദ്രവും അതിന്റെ കൂടെ സ്പായുടെ മറവിൽ ലഹരി മരുന്ന്, പെൺവാണിഭം, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ചെയ്യുന്ന ഒരുപാട് പോലീസുകാർ കേരളത്തിലുണ്ട്. പോലീസ് സേനയിലുള്ള തന്നെ മുതിർന്ന ഉദ്യോഗസ്ഥർ ചില പോലീസുകാരെ ടാർഗറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേരളത്തിലെ പോലീസ് സേന ഇപ്പൊ പെരുമാറിക്കൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ വർഗീയ സംഘർഷങ്ങൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് പോലീസ് തന്നെ മെനക്കെടുന്നുണ്ട് എന്നാണ് മറ്റൊരു വിഷയം എന്ന് പറയുന്നത്. നമ്മൾ കണ്ടതാണ് തൃശൂർ പൂരം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് അജിത് കുമാറും സംഘവും പോലീസിലെ ചില ഉദ്യോഗസ്ഥരും ചേർന്ന് ആ പൂരം നശിപ്പിക്കുകയായിരുന്നു. എന്തിനു വേണ്ടിയിട്ടാണ്? BJPക്ക് അവിടെ അധികാരത്തിൽ കൊണ്ടുവരാൻ, അല്ലെങ്കിൽ സുരേഷ് ഗോപിക്ക് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ, പൂരം അലങ്കോലപ്പെടുത്താൻ. മനഃപൂർവ്വമാണ് പൂരം അലങ്കോലപ്പെടുത്തിയത്, അത് പോലീസാണ് അലങ്കോലപ്പെടുത്തിയത് എന്നുള്ള റിപ്പോർട്ടുകൾ വന്നിരുന്നു. ഇതെല്ലാം പൂഴ്ത്തി വെച്ചിരിക്കുകയാണ്. ഇതൊക്കെ ആരെങ്കിലും സാധാരണപ്പെട്ട ആളുകൾ അറിയുന്നുണ്ടോ? തൃശൂർ പൂരമായിട്ട് 3 റിപ്പോർട്ടുകളാണ് പുറത്തു വന്നത്. ആദ്യത്തെ റിപ്പോർട്ടിൽ അജിത് കുമാർ കുറ്റക്കാരനാണ് എന്നുള്ള രീതിയിൽ തന്നെയാണ് വന്നത്. രണ്ടാമത്തിൽ ആരും കുറ്റക്കാരല്ല, ആർക്കും ഒരു കുഴപ്പമില്ല. മൂന്നാമത്തിൽ കളക്ടർക്കെതിരെ വരെ ആരോപണം ഉന്നയിച്ചുകൊണ്ടാണ് 3ാമത്തെ റിപ്പോർട്ട് വന്നത്. കളക്ടറും കുറ്റക്കാരനാണ്. ഇതെല്ലാം മുഖ്യമന്ത്രി പിണറായി വിജയന്റെ മേശപ്പുറത്ത് ഫയലിനകത്ത് ഇരിപ്പുണ്ട്. കെട്ടിയടുക്കി വെച്ചിട്ടുണ്ട് ഓരോ റിപ്പോർട്ടുകളും. ഓരോ റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ ഒരു പേജ് ഒന്നുമല്ലല്ലോ, 10, 100, 200 വരുന്ന പേജുകളാണ്. ഇതെല്ലാം ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ട്. എന്തിനാണ്? ഇങ്ങനെ കണ്ടുകൊണ്ടിരിക്കാൻ. തന്റെ കാലയളവിൽ താനുണ്ടാക്കിയ വർഗീയ ലഹളകളുടെ കണക്ക്. ഒരു തൃശ്ശൂർ പൂരത്തിൽ സാധാരണപ്പെട്ട മനുഷ്യരെ അടിച്ചോടിക്കുന്ന ഒരു സാഹചര്യം ആലോചിച്ച് നോക്കൂ. ഇന്നും കേരളത്തിലെ പല എന്തെങ്കിലും ഫെസ്റ്റിവൽ ഉണ്ടാകുന്ന സമയത്ത് അടിച്ചോടിക്കാൻ വേണ്ടി മാത്രമായിട്ടാണ് പോലീസ് വരുന്നത്. അങ്ങനെ വന്ന പോലീസുകാരെ തിരിച്ചടിക്കുന്ന സാഹചര്യം നമ്മൾ കണ്ടു. അത് ആഭ്യന്തരമന്ത്രിക്ക് നേരെയുള്ള അടിയായിരുന്നു എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അതേപോലെ തന്നെ കഴിഞ്ഞ ദിവസം BD സതീശന്റെ യാത്രയുമായി ബന്ധപ്പെട്ട ഫ്ലെക്സ് കീറുന്നതുമായിട്ട് DYFI നേതാവിന്റെ വീട്ടിൽ നോട്ടീസ് കൊടുക്കാൻ പോയതാണ്. അങ്ങോട്ടും ഇങ്ങോട്ടും ചീത്തവിളിയും, നിന്നെ ഇപ്പൊ ഞാൻ അധികാരത്തിൽ നിന്ന് ഇറക്കി തരാമെന്ന് പറഞ്ഞുകൊണ്ടുള്ള ധാർഷ്ട്യവും ഇതെല്ലാം നമ്മൾ കണ്ടതാണ്. അപ്പൊ ഇത് തന്നെയാണ് കേരളത്തിൽ പോലീസ് സേനയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പോലീസ് സേനയെ കയ്യിലെടുക്കാൻ, അല്ലെങ്കിൽ പോലീസ് സേനയെ നിയന്ത്രിക്കുന്ന കുറച്ച് CPM-ന്റെ നേതാക്കന്മാരുമായിട്ട് കേരളം മാറുന്ന ഒരു സാഹചര്യമാണ്. ഇതിനെതിരെയാണ് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ PV അൻവർ സംസാരിച്ചിരുന്നത്. ഒരർത്ഥത്തിൽ പറഞ്ഞു കഴിഞ്ഞാൽ നേതൃത്വത്തെ ചോദ്യം ചെയ്ത, അദ്ദേഹം തന്നെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞികൃഷ്ണനെ പോലെ അല്ലെങ്കിൽ സച്ചിദാനന്ദനെ പോലെ നേതൃത്വത്തെ ചോദ്യം ചെയ്തവരിൽ ഒരാളാണ് PV അൻവറും. അതുകൊണ്ട് തന്നെ PV അൻവറിനെ മുച്ചൂട് മുടിപ്പിക്കുക എന്നുള്ള ഒരു ലക്ഷ്യം CPM-ന്റെ ഭാഗത്തും കൃത്യമായി ഉണ്ടാകാൻ സാധ്യതയുണ്ട്. അല്ല, മറ്റൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പൊ ബേപ്പൂരാണ് PV അൻവർ മത്സരിക്കുന്നത്. ബേപ്പൂരിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ കഴിഞ്ഞ തവണ 29,000-ഓളം വോട്ടിനാണ് നമ്മുടെ മുഖ്യമന്ത്രിയുടെ മരുമകനായിട്ടുള്ള മുഹമ്മദ് റിയാസ് അവിടെ വിജയിച്ചിട്ടുള്ള ഒരു സാഹചര്യമുള്ളത്. അപ്പോൾ അതിന് മുമ്പിട്ടാണെങ്കിലും LDF-ന്റെ കയ്യിലിരിക്കുന്ന ഒരു മണ്ഡലം തന്നെയാണ്. ഏകദേശം 20,000-ഓളം വോട്ടിന് LDF വിജയിച്ചുകൊണ്ടിരിക്കുന്ന മണ്ഡലമാണ്. അപ്പം PV അൻവറിനെ സംബന്ധിച്ച് PV അൻവറിന്റെ ഒരു ഓവർ കോൺഫിഡൻസ് ആണ് ബേപ്പൂരിനെ സംബന്ധിച്ചുള്ളത്. പക്ഷേ ബേപ്പൂരിന്റെ ഒരു രാഷ്ട്രീയ സാഹചര്യം LDF-ന് അനുകൂലമായിട്ടാണ് കഴിഞ്ഞ കൊല്ലങ്ങളിലെല്ലാം ആ മണ്ഡലം നിന്നിട്ടുള്ളത്. ഈ കൊല്ലം അതിനൊരു മാറ്റം വരുമോ എന്നുള്ളൊരു ചോദ്യം മാത്രമാണ് ബാക്കിയുള്ളത്. അതോ ഇത് PV അൻവറിന്റെ വെറും ഒരു കോൺഫിഡൻസ് മാത്രമായി മാറുമോ എന്നുള്ള ചോദ്യവും ബാക്കിയാണ്.